തൃശൂർ കോർപ്പറേഷനിലെ കാനകൾ കയ്യേറിയുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഉടൻ പൊളിച്ചു നീക്കുമെന്ന് മേയർ M.K. വർഗീസ്. അപകട സാധ്യതയുള്ള മരങ്ങളും വൃക്ഷത്തലപ്പുകളും അടിയന്തരമായി മുറിച്ചു നീക്കുമെന്നും മേയർ. 30 സർവേയർമാരെ കാനകളിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്താനായി നിയോഗിക്കുമെന്നും മേയർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നഗരത്തിൽ അപ്രതീക്ഷിത വെള്ളക്കെട്ടുണ്ടായ പശ്ചാത്തലത്തെക്കുറിച്ചും അനന്തര നടപടികളെക്കുറിച്ചും TCVയോട് വിശദീകരിക്കുകയായിരുന്നു മേയർ. അടിയന്തരമായി ഈ പ്രദേശത്തുള്ള സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻക്രോച്ച്മെന്റ് പൊളിച്ചു കളയുന്നതിന് ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനത്തിൽ ഞങ്ങൾ പിന്നാക്കമില്ല. നമ്മുടെ സ്ഥലം നമ്മൾ വീണ്ടും തിരിച്ചെടുക്കും. അങ്ങനെ ആരെങ്കിലും എൻക്രോച്ച്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ആ പണി തുടങ്ങും. നഗരത്തിലെ ചില സ്ഥാപനങ്ങൾ കാനകൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും കാനകൾ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന ആക്ഷേപത്തെ തുടർന്നാണ് കാന കയ്യേറ്റം കണ്ടെത്തി പൊളിപ്പിക്കാനുള്ള കോർപ്പറേഷൻ തീരുമാനം. ഒരു വേനലിൽ പെയ്യേണ്ട ആകെ മഴയാണ് 2 ദിവസം കൊണ്ട് തൃശ്ശൂരിലുണ്ടായത്. സംസ്ഥാനത്തെ മറ്റു നഗരങ്ങളിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത്. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളും നീർച്ചാലുകളും ഈ ടെൻഡർ പ്രകാരം വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ശനിയാഴ്ച തുടങ്ങുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മഴ വന്നു എന്നുള്ളതാണ്. ഒരു ദിവസത്തെ മഴ കൊണ്ട് ഒരു വർഷത്തെ വെള്ളം വന്നു. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം 300 മില്ലിമീറ്റർ വെള്ളം മഴ പെയ്ത ചരിത്രത്തിലെ സംഭവമുള്ള സ്ഥലം തൃശ്ശൂർ. കഴിഞ്ഞ 3 വർഷവും ഇവിടെ സമയബന്ധിതമായി നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റും. ഒരു വെള്ളപ്പൊക്കം നമ്മൾ ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇതും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല. പക്ഷെ എന്തുണ്ടായി? വെള്ളക്കെട്ട് വളരെ രൂക്ഷമാവാൻ തന്നെ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എക്സ്ട്രാ ഓർഡിനറി മഴ പെയ്തു പോയി. ഈ പറയുന്ന ഓടകൾ നിറഞ്ഞ് റൂട്ടിലേക്ക് വരുന്നതാണ്, അല്ലാണ്ട് ഓടകൾ അടഞ്ഞതല്ല. നമ്മുടെ എല്ലാ തൊഴിലാളികൾ രംഗത്തുണ്ട്. TCV ന്യൂസ്, തൃശ്ശൂർ.